സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മളൊരു ഒക്ടാവിയുടെ ടർബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കോറ് മാറ്റാനുള്ളതാണ്. അപ്പോൾ നമ്മൾ കോറ് മാറ്റാൻ വേണ്ടി അഴിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. അതെ, ഇത് ഇതിൻ്റെ ടർബോ നോസിൽ എന്ന് പറയും. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ തള്ളി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നോസിലാണ്. അതിൻ്റെ അടിയിലേക്ക് കുറച്ച് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഈ 3 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ ഈ പിന്നൊന്നും ഊരുമ്പോൾ ചാടിപ്പോണ്ട് നോക്കണം. അതിൻ്റെ അടിയിലും ഇതുപോലത്തെ സംഭവമുണ്ട്, സ്പേസറുണ്ട്. അപ്പോൾ ഇത് സ്റ്റക്കായിട്ടിരുന്ന് കഴിഞ്ഞാൽ ടർബോയുടെ കോറ് വീണ്ടും കംപ്ലൈൻ്റ് ആയി പോകാനുള്ള 100% ചാൻസ് ഉണ്ട്. കാരണം ഇത് ഏതെങ്കിലും പൊസിഷനിൽ ഇതുപോലെ ചെന്ന് സ്റ്റക്കായി നിന്നിട്ട് ഇത് അനങ്ങാതെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ആക്ച്വേറ്റർ വലിച്ചാലും പ്രഷർ ചെയ്താലും ഈ സാധനം വലിയുമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ ഇവിടെ ഈ കോറിൻ്റെ ഇവിടെ തന്നെ ഒരു റോഡാണ് ഉള്ളത്. ഈ രീതിയിൽ റോഡാണ്, പക്ഷേ ഇത് സ്റ്റക്കാണ്. ഇത് കേട്ടോ, അനങ്ങുന്ന പോലുമില്ല. അങ്ങനെയും വരും. അത് മൊത്തത്തിലാണ് സ്റ്റക്ക് വരുന്നത്. അല്ല, ഈ കോറിൻ്റെ കാണിച്ചു തരാം. ഈ രീതിയിൽ വർക്ക് ചെയ്യണം. ഇതും ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. അതുപോലെ ഈ ഒരു സംഭവം ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യണം. ആദ്യം ഈ ഒരു സംഭവമാണ് സ്റ്റക്കാവുന്നത്. സ്റ്റക്കായി കഴിയുമ്പോൾ കരി പിടിച്ച് മറ്റേത് സ്റ്റക്കായതിന് ശേഷം ഇത് കംപ്ലൈൻറ്റ് വരലാണ് ഇത്. ഫോർച്യൂണർ മോട്ടർ തന്നെ ടർബോ വരുന്ന വണ്ടികളൊക്കെ പുതിയ മോഡലിനൊക്കെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടർ ഓവറായിട്ട് പ്രഷർ കൊടുക്കുകയും അതിൻ്റെ മൂലമായിട്ട് ഇതിൻ്റെ ഈ ടർബോയുടെ ഈ ഒരു സംഭവം ഒടിഞ്ഞ് പോവുകയും ചെയ്യാറുണ്ട്. സാധാരണ അങ്ങനൊരു ഫാൾട്ടും കിട്ടാറുണ്ട്. അതുകൊണ്ട് ടർബോ കോറ് സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഈ സാധനം. നല്ല 3 ബോൾട്ടൊക്കെ അഴിച്ച് ഇത് കംപ്ലീറ്റ് സർവീസ് ചെയ്തിട്ട് കയറ്റേണ്ടതാണ്. ഓക്കെ, ഇപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.